തൃശൂരിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് നൽകിയ ബിജെപിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ്. ബിജെപിയുടെ വിജയം സുരേന്ദ്രന്റെ സംഘടനാ പാർവം കൊണ്ടാണ്. സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും സുരേന്ദ്രൻ അഭിനന്ദന പ്രവാഹമെന്നും പോസ്റ്റിൽ പറയുന്നു. വിജയം വ്യക്തിപ്രഭാവം കൊണ്ടാണെന്ന സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് കുറിപ്പ്. വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, എന്താണ് കുറിപ്പിലുള്ളത്? നികേഷ്, ആദ്യം ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ കണ്ടന്റിനെ കുറിച്ച് പറയാം. ഇത് തൃശ്ശൂരിലെയും കേരളത്തിലെയും BJPയുടെ മുന്നേറ്റത്തിനു പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മികച്ച സംസ്ഥാന അധ്യക്ഷൻ്റെ സംഘാടന മികവാണ്. കോൺഗ്രസും CPM-ഉം BJPയെ വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ BJP പ്രവർത്തകർക്ക് പ്രേരണയും പ്രചോദനവുമായിരുന്നു കെ സുരേന്ദ്രൻ. അതുകൊണ്ട് കെ സുരേന്ദ്രൻ്റെ സംഘടനാ മികവിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിൽ വലിയ മുന്നേറ്റം BJPക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. BJP 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തും അതിലധികം മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും വരികയും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അതുപോലെ ആലപ്പുഴയിലുമൊക്കെ വലിയ മുന്നേറ്റം, പാലക്കാട്ടുമൊക്കെ ഉണ്ടാക്കിയതും 20% അടുത്ത് NDA വോട്ട് പിടിച്ചതുമൊക്കെ കെ സുരേന്ദ്രൻ്റെ സംഘടനാ മികവ് എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പക്ഷേ അതിലൊരു കുഴപ്പമല്ല, അതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കേരള BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന അതേ ഫേസ്ബുക്ക് പേജിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ്റെ സംഘടനാ മികവിനെ കുറിച്ച് പറയുന്നത്. അത് നമുക്ക് വായിച്ചെടുക്കാവുന്നത് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ചർച്ചകൾ നടക്കുന്നുണ്ട്. JP നദ്ദ മാറുകയാണെങ്കിൽ ആരായിരിക്കും ദേശീയ അധ്യക്ഷൻ എന്നുള്ളത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക വിഭാഗം പറയാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്ത് മികച്ച വിജയത്തിന് കാരണക്കാരനായ കെ സുരേന്ദ്രനെ ഇവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല എന്നും, ഇനി അഥവാ കെ സുരേന്ദ്രനെ മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ വി മുരളീധരന് കൊടുത്ത പോലെ കേന്ദ്രമന്ത്രി പദവി പോലെ വലിയ പദവികൾ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഔദ്യോഗിക വിഭാഗം പറയുന്നത്. അതായത് ദേശീയ തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാലും സംസ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരട്ടെ എന്നുള്ള ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിട്ട് നമുക്കിതിനെ വായിക്കാം. അതായത് സംസ്ഥാനത്തുണ്ടായിട്ടുള്ള വലിയ നേട്ടങ്ങൾക്ക് പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മികച്ച സംഘാടകനാണ്. അദ്ദേഹമാണ് BJPയുടെ എല്ലാ പ്രവർത്തകരെയും പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. രഞ്ജിത്ത്, ഇതിനകം തന്നെ വലിയ തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളിലെ നേതാക്കളെ BJP ദേശീയ നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് യോഗി ആദിത്യനാഥിനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നേതൃമാറ്റം ഉണ്ടാകും എന്നുള്ള സാധ്യത ഇപ്പോൾ BJPയിലുണ്ടോ? 1. 2, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊഴുപ്പ് കൂട്ടുകയാണോ ഈ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റൊരു കുറിപ്പ് കൂടി തിരികെ കയറ്റുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് നേരത്തെ വി എസ് രഞ്ജിത്ത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ പോലും ഒരു ധൃതി അതിലുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം ചർച്ചകൾ കേരളത്തിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം JP നദ്ദ ദേശീയ തലത്തിൽ മാറുകയാണെങ്കിൽ സംസ്ഥാനത്തും നേതൃമാറ്റം എന്ന രീതിയിൽ തുടക്കത്തിൽ ചർച്ചയുണ്ടായിരുന്നു. അതിൽ ഒരുപക്ഷെ വി മുരളീധരൻ്റെ പേര് പോലും കേട്ടിരുന്നു. അതായത് വി മുരളീധരൻ വീണ്ടും കേരളത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനായി വരുമെന്നൊക്കെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. അത്തരം ചർച്ചകളൊക്കെ അസ്ഥാനത്തായിക്കൊണ്ടാണ് കെ സുരേന്ദ്രൻ തുടർന്നത്. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു നേതൃമാറ്റത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ സംസ്ഥാനത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എതിർ ഗ്രൂപ്പുകൾ മിണ്ടാതിരിക്കില്ല. സ്വാഭാവികമായിട്ടും MT രമേശിന് വേണ്ടി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടൊക്കെ വലിയ ശബ്ദങ്ങൾ വരും. ഒരുപക്ഷെ വി മുരളീധരൻ ഇനി രാജ്യസഭയിലേക്ക് എത്തുവാൻ സാധ്യത കുറവാണ്. അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവി കിട്ടുമോ എന്ന് ഉറപ്പില്ല. ഒന്നുകിൽ അദ്ദേഹം ദേശീയ നേതൃത്വത്തിലേക്ക് പോകണം. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനാണ് ദേശീയ അധ്യക്ഷനായി വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വി മുരളീധരൻ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ടീമിലുണ്ടാവും. കാരണം ധർമ്മേന്ദ്ര പ്രധാനുമായി അത്രയേറെ അടുപ്പമുള്ള സംഘടനാ ബന്ധമുള്ള നേതാവാണ് വി മുരളീധരൻ. സ്വാഭാവികമായിട്ടും വി മുരളീധരൻ ദേശീയ തലത്തിലേക്ക് പോയേക്കാം. ഇനി അങ്ങനെയല്ലെങ്കിൽ വി മുരളീധരന് മറ്റൊരു അക്കമഡേഷൻ കൊടുക്കേണ്ടതുണ്ട്. BJP ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ഈ അക്കമഡേഷൻ്റെ പ്രശ്നമാണ്. അങ്ങനെ വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനാവുമ്പോൾ കെ സുരേന്ദ്രനെ എങ്ങനെ അക്കമഡേറ്റ് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഒരു കേവല ഭൂരിപക്ഷത്തിൽ BJPക്ക് ഒറ്റയ്ക്കില്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ മന്ത്രിസ്ഥാനമോ രാജ്യസഭാ സീറ്റൊന്നും BJPക്ക് ഒറ്റയ്ക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ദേശീയ തലത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ മാറ്റുമ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭാ
സീറ്റ് കൊടുക്കാൻ എങ്ങനെ സാധിക്കും? അദ്ദേഹത്തിന് വി മുരളീധരന് കൊടുത്ത പോലെ ഒരു കേന്ദ്രമന്ത്രി പദവി കൊടുക്കാൻ സാധിക്കുമോ? കാരണം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കുന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രി പദവിയിലെത്തുന്നു. ഇത്തരത്തിൽ പദവികൾ സംബന്ധിച്ച വലിയ ചർച്ചകൾ BJPക്ക് അകത്ത് നടക്കുന്നുണ്ട്. ഇനി ശോഭാ സുരേന്ദ്രൻ്റെ കാര്യമാണെങ്കിൽ അവർ 1.5 മാസം കൊണ്ടാണ് 11%, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ BJP വോട്ട് പിടിച്ചത് ആലപ്പുഴയിലാണ്, 11%. വി മുരളീധരൻ വലിയ വോട്ട് വീതം ആറ്റിങ്ങലിൽ ഉയർത്തിയെങ്കിലും അത് അദ്ദേഹം 2 വർഷത്തോളം അവിടെ ക്യാമ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമയം തിരുവനന്തപുരത്തിൻ്റെ സംഘടനാ എനർജി മുഴുവൻ ആറ്റിങ്ങലിൽ ചെലവാക്കിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ ഇത്രയും വലിയ നേട്ടമുണ്ടാക്കിയത്. പക്ഷേ അങ്ങനെയല്ല ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ ദേശീയ നേതാക്കളൊന്നും വലിയ പ്രചാരണത്തിനൊന്നും എത്തിയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ 1.5 മാസം കൊണ്ടുണ്ടാക്കിയ 11% വോട്ട് വർധന അതെങ്ങനെ BJP പരിഗണിക്കും? അതിന് പ്രത്യുപകാരമായി ശോഭാ സുരേന്ദ്രന് എന്തു കൊടുക്കും? അവരെ കോർ കമ്മിറ്റിയിലേക്കെങ്കിലും എടുക്കുമോ? ഇത്തരത്തിൽ പദവികൾ സംബന്ധിച്ച വലിയ ചർച്ച സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നു, PC ജോർജ് വന്നു. ഇത്തരത്തിൽ പാർട്ടിക്ക് പുറത്തുനിന്ന് വന്ന ആളുകളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? ഇത്തരം ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതായത് സംസ്ഥാനത്ത് BJPക്കുണ്ടായിട്ടുള്ള നേട്ടം അത് സംസ്ഥാന അധ്യക്ഷൻ്റെ സംഘടനാ മികവിൻ്റെ പാടവത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് എന്നുള്ളത് ഇത് കൃത്യമായൊരു അവകാശവാദമാണ്. ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടി രഞ്ജിത്ത്, ഒന്ന് ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വം, ഉദാഹരണത്തിന് ആറ്റിങ്ങലിൽ നേരത്തെ വലിയ നിലയിൽ വോട്ട് ഉയർത്തിയിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ജയിക്കാനാകുമായിരുന്നോ എന്നുള്ള ചോദ്യം. പത്തനംതിട്ടയിലെ സുരേന്ദ്രൻ്റെ വോട്ട് അനിൽ ആൻ്റണിക്ക് നിലനിർത്താനായിട്ടില്ല. സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കാനാകുമോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ PS ശ്രീധരൻപിള്ള അവിടെ ആഗ്രഹിച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത്. അവിടെ ക്രൈസ്തവ സഭകളുമായിട്ടൊക്കെ നല്ല ബന്ധം PS ശ്രീധരൻപിള്ള ഉണ്ടാക്കിയിരുന്നു. PS ശ്രീധരൻപിള്ള ആയിരുന്നോ കുറെ കൂടി മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം, ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയമായ ഒരു വിശാല ചർച്ചയ്ക്ക് പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സുരേന്ദ്രൻ ഇനി അഥവാ ഒഴിയുകയാണെങ്കിൽ ആരായിരിക്കും പകരം എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ക്ലെയിം വെക്കുമല്ലോ. തീർച്ചയായിട്ടും ഇതിൽ സംസ്ഥാനത്ത് നേരത്തെ നികേഷ് സൂചിപ്പിച്ച പോലെ പരാതിയായി ഉയർന്നു വരാൻ സാധ്യതയുള്ള 2 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് നഗരമണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJP പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം കോവളത്തും വർക്കലയിലുമൊക്കെ ശശി തരൂർ പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകളിൻ്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ നഗരമണ്ഡലങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ട് നേടുക എന്നുള്ളതാണ് BJP കണക്ക് കൂട്ടിയത്. അതിൽ കഴക്കൂട്ടത്ത് മാത്രമാണ് BJP പ്രതീക്ഷക്കത്ത് ഉയർന്നത്. അവർ 15,000 വോട്ടാണ് ഓരോ മണ്ഡലത്തിലും അധികമായി പിടിക്കണമെന്ന് കണക്ക് കൂട്ടിയത്. അതിൽ കഴക്കൂട്ടത്ത് 22,000-ൻ്റെ ഭൂരിപക്ഷം കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ ഇപ്പോൾ നേമത്താണെങ്കിലും വട്ടിയൂർക്കാവിലാണെങ്കിലും കഴക്കൂട്ടത്താണെങ്കിലും തിരുവനന്തപുരം സെൻട്രലാണെങ്കിലും ഒന്നും BJP പ്രതീക്ഷിച്ച വോട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരത്ത് സംഘടനാ തലത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരനും അത്തരത്തിലൊരു പരാതിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനവും ആറ്റിങ്ങലിലേക്ക് പോയി എന്നൊരു പരാതി രാജീവ് ചന്ദ്രശേഖരന് തന്നെയുണ്ട്. ഒപ്പം ഈ പത്തനംതിട്ടയെ സംബന്ധിച്ച് അത് സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു പരാതിയായിട്ട് വരില്ല. കാരണം സംസ്ഥാന ഘടകം നേരത്തെ തന്നെ പറഞ്ഞത് അവിടെ ഒരു നായർ പരീക്ഷണം വേണം, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാളാണ് പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടത് എന്ന് സംസ്ഥാന ഘടകം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൽ പല പേരുകൾ, കുമ്മനം രാജശേഖരൻ്റെ പേരുണ്ടായിരുന്നു, ശ്രീധരൻപിള്ളയുടെ പേരുണ്ടായിരുന്നു, സുരേന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ നേതാക്കന്മാരെയൊക്കെ മത്സരിപ്പിക്കാൻ സംസ്ഥാന ഘടകം തയ്യാറായിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വമാണ് അനിൽ ആൻ്റണിയെ കൊണ്ടുവന്നത്. അതുകൊണ്ട് പത്തനംതിട്ടയിൽ വോട്ട് കുറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന ഘടകത്തിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല. പക്ഷേ എങ്കിൽ കൂടി അവിടെ ഈ ഈഴവ വോട്ടുകൾ, നായർ വോട്ടുകളൊക്കെ ഉറപ്പിച്ച് അനിൽ ആൻ്റണിക്ക് കുറച്ചുകൂടി മികച്ച വിജയം അല്ലെങ്കിൽ മികച്ച വോട്ടുകൾ കരസ്ഥമാക്കാൻ BJP സംഘടനാ തലത്തിൽ സാധിക്കുമായിരുന്നു. അതിൽ ഒരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത് നികേഷ് ചോദിച്ചത് സ്വാഭാവികമായിട്ടും ഈ സുരേന്ദ്രൻ മാറുന്ന സമയത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ MT രമേശിനാണ് സാധ്യതയുള്ളത്. കാരണം എതിർ ഗ്രൂപ്പുകൾ മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ള പേരും RSSൻ്റെ ഒക്കെ പിന്തുണയുള്ളതും MT രമേശിനായിരിക്കും. പക്ഷേ നിലവിൽ വി മുരളീധരൻ രാജ്യസഭ ഒഴിയുന്നു, മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ആറ്റിങ്ങലിൽ ജയിക്കാനും സാധിച്ചിട്ടില്ല. പക്ഷേ ആറ്റിങ്ങലിൽ വലിയ വിജയമുണ്ടാക്കി. നേരത്തെ സംഘടനയെ നല്ല തോതിൽ ശക്തിപ്പെടുത്തിയ ഒരു നേതാവ് എന്ന രീതിയിൽ വി മുരളീധരൻ അവകാശവാദം ഉന്നയിച്ചാൽ സംസ്ഥാനത്ത് വി മുരളീധരന് സംസ്ഥാന അധ്യക്ഷ പദവി കൊടുക്കേണ്ടി വരും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ
സാഹചര്യത്തിൽ ഈ രണ്ട് ഗ്രൂപ്പുകളെയും അല്ലാത്ത മറ്റൊരാളെ, ഗ്രൂപ്പില്ലാത്ത ഒരാളെ വേണം എന്നാണെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ അവകാശവാദം ഉന്നയിക്കാം. കാരണം ആലപ്പുഴ പോലൊരു സ്ഥലത്ത് പാർട്ടിക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത രാധാകൃഷ്ണൻ പിടിച്ച അത്രയും വോട്ട് പിടിക്കാൻ പറ്റില്ല എന്നാണ് BJP ആലപ്പുഴയിൽ പറഞ്ഞത്. എന്നാൽ അതിലെ 1,00,000 വോട്ട് അധികമായി പിടിച്ച ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് അവർ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തുടനീളം പ്രവർത്തകരിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ വേണമെന്ന് അവർ അവകാശവാദം ഉന്നയിച്ചാലും സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വം അത് അംഗീകരിക്കേണ്ടതാണ്. മാത്രമല്ല, ഇപ്പോൾ നിർമ്മലാ സീതാരാമനെയൊക്കെ ദേശീയ തലത്തിൽ പരിഗണിക്കുന്നത് വനിതാ റിസർവേഷന്റെ ഭാഗമായിട്ടാണ്. കൂടുതൽ വനിതകളെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം അതിനുണ്ട്. അങ്ങനെ ഒരു ചിന്താഗതി കേന്ദ്ര നേതൃത്വത്തിനുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനും അവിടെ അവകാശവാദം ഉന്നയിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു 3 പേരുകൾ, വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ് എന്നീ പേരുകളാണ് ഉള്ളത്.